മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഭഗവതിയെ 3 നേരം തൊഴണമെന്നാണ് പറയുക. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. കാരണം 3 നേരവും 3 ഭാവത്തിലുമായിട്ടാണ് ഭഗവതി ദർശനം നൽകുക. രാവിലെ മഹാകാളിയായിട്ടും ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായിട്ടും വൈകുന്നേരം മഹാസരസ്വതിയായിട്ടുമാണ് ദർശനം നൽകുക. ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും ഒരു പുണ്യകേന്ദ്രമാണ് മൂകാംബിക ക്ഷേത്രം. ദേവിക്ക് പൂജകൾ അർപ്പിക്കാൻ വരുന്ന ഭക്തർക്കായി മൂകാംബിക ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വൈകി വരെ ഭക്തർക്ക് ദർശനത്തിനായി തുറന്നിരിക്കുന്നു. ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് 12:30 മഹാമംഗള ആരതിയോടെയാണ് ഘോഷയാത്രകൾ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 12:45 ക്ഷേത്രത്തിൽ ഒരു ഉച്ചബലി പൂജയും നടത്തപ്പെടുന്നു. അതേസമയം ഭക്തർക്കുള്ള ദർശനം ഉച്ചയ്ക്ക് 12 പുനരാരംഭിക്കുകയും 12:20 വരെ തുടരുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് മഹാമംഗള ആരതിക്കും ബലിപൂജയ്ക്കും ശേഷം 12:45 മുതൽ വീണ്ടും ദർശനം തുടരും. വൈകുന്നേരങ്ങളിൽ മൂകാംബികാദേവിക്കും എല്ലാ പരിവാര ദേവതകൾക്കും ക്ഷേത്ര പരിസരത്ത് വളരെ ഗംഭീരമായ ആരതി നടത്തപ്പെടുന്നു. വൈകുന്നേരത്തെ ആരതി കാണാനുള്ള ഒരു മഹത്തായ കാഴ്ചയാണ്. അത് എല്ലാ ദിവസവും വളരെ ആവേശത്തോടു കൂടിയും ഉത്സാഹത്തോടെയും നടത്തപ്പെടുന്നു. ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണെന്ന് പറയപ്പെടുന്നു. ഇത് എല്ലാ ദിവസവും അനുഷ്ഠിക്കുന്നു. തുളുനാട്ടിൽ കൊല്ലൂർ ഗ്രാമത്തിന്റെ മധ്യത്തിലായാണ് 1200-ലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. 4 വശവും നിരവധി മലകളാണ്. 12 അടി ഉയരമുള്ള ആനപ്പള്ളമതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2 ഇരുനില ഗോപുരങ്ങൾ. വലംപിരി ഗണപതി ഭഗവാന്റെ ഒരു ചെറു ക്ഷേത്രം തെക്ക് കിഴക്ക് ഭാഗത്തുണ്ട്. ഒരു ദിവസം മലയാളികൾ ആരെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരാതെ ഇരുന്നാൽ അന്ന് കൊല്ലൂർ ദേവി മലയാളക്കരയിലേക്ക് വരുമെന്ന സങ്കല്പം പ്രസിദ്ധമാണ്. എന്നാൽ മലയാളികളുടെ പ്രിയ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ല. നടുവിൽ സ്വർണരേഖയുള്ള സ്വയംഭുലിംഗമാണ് കൊല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മൂകാംബികാ ദേവി ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ നിരവധിയാണ്. മീനത്തിലെ ഉത്രം നാളിലാണ് മൂകാംബിക ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുക. 9 നാളാണ് ഉത്സവം. നവരാത്രിയാണ് മറ്റൊരു പ്രധാന വിശേഷ സമയം. ഈ സമയങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട വരികളിലൂടെ മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ എത്താൻ സാധിക്കൂ. മൂകാംബിക ക്ഷേത്രത്തിൽ ഒന്നുപോയി തൊഴുതു വരാം എന്ന് കരുതുന്നത് തെറ്റാണ്. ഉദയ മധ്യാഹ്ന അസ്തമയ പൂജകൾ തൊഴണമെന്നാണ് വിശ്വാസം. ഇടയ്ക്ക് വിശ്രമിക്കാനും വേണമെങ്കിൽ ഒരു ദിവസം തങ്ങാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര പരിസരത്തുണ്ട്. ഭക്തർക്ക് ദർശനത്തിനായി പുലർച്ചെ തന്നെ ക്ഷേത്രവാതിൽ തുറക്കും. പുരോഹിതന്മാർ ക്ഷേത്രത്തിൽ അനുഷ്ഠാനപരമായ ദൈനംദിന പൂജകൾ നടത്തുന്നു. മൂകാംബികാ ദേവിയുടെ ദർശനം നേടാനും പ്രാർത്ഥിക്കാനും പൂജകൾ നടത്താനും ദേവിയുടെ അനുഗ്രഹം നേടാനുമുള്ള ഉദ്ദേശത്തോടെ എല്ലാ ദിവസവും ഭക്തരുടെ വലിയ തിരക്കാണ്. വിദ്യാരംഭ ചടങ്ങുകൾക്ക് പേരുകേട്ട ഈ ക്ഷേത്രത്തിൽ അകലെ ദിക്കുകളിൽ നിന്നു പോലും ആദിപരാശക്തിയെ കാണാൻ ഭക്തരെത്തുന്നു. മഹാകാളി, ലക്ഷ്മി, സരസ്വതി എന്നിവർ ചേർന്ന ശക്തിയാണ് മൂകാംബികാ ദേവി. വിശ്വാസവും ഭക്തിയും മാത്രമല്ലാതെ കാണാനും ആസ്വദിക്കാനും കഴിയുന്ന നിരവധി കാഴ്ചകളാണ് കുടജാദ്രിയിലേക്ക് ഓരോ സന്ദർശകനെയും ആകർഷിക്കുന്നത്. അക്ഷരപ്രേമികളും കലാകാരന്മാരും ഏറെ എത്തുന്ന ഒരു ഇടം കൂടിയാണ് ഈ ക്ഷേത്ര സന്നിധി. മംഗലാപുരത്തു നിന്ന് ഏതാണ്ട് 130 കിലോമീറ്റർ അകലെയാണ് മൂകാംബിക ക്ഷേത്രം. ഉടുപ്പിയിൽ നിന്ന് 80 കിലോമീറ്ററും ബൈന്ദൂർ എന്ന സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. ഇവിടെ നിന്നും ഏകദേശം 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂകാംബികയിൽ എത്താൻ സാധിക്കും. Yo